This call is now being recorded. സോ ലീനിയർ ഫങ്ഷണൽസ് എന്ന് പറയുമ്പം എന്താണ് ലീനിയർ ഫങ്ഷണൽസ് എന്ന് നോക്കാം. സോ വി ഓർ എഫ് ഇസ് എ വെക്ടർ സ്പേസ്. എ ലീനിയർ ട്രാൻസ്മിഷൻ ലീനിയർ ട്രാൻസ്മിഷൻ ഫ്രം വി ടു എഫ് ഇസ് കോൾഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ വി. അതായത് വിന്ന് എഫിലേക്കുള്ള വി ഓർ എഫ് ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ വിന്ന് എഫിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷൻ നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ എഫ് ആയിരിക്കും. പ്രീവിയസ്ലി നമ്മൾ ടി ആ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ എഫ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺസെപ്റ്റ്സ്. സംഭവം എല്ലാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് തന്നെയാണ്, പക്ഷേ ഇവിടെ വിന്ന് എഫിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനാണ് നമ്മൾ ലീനിയർ ഫങ്ഷണൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി അതായത് ലീനിയാരിറ്റി കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ സി ഇൻറ്റു എഫ് ആൽഫ പ്ലസ് എഫ് ബീറ്റ ആയിരിക്കും ഫോർ ഓൾ ആൽഫ ബീറ്റ ഇൻ വി ആൻഡ് ഫോർ ഓൾ സി ബിലോങ്സ് ടു എഫ്. സോ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എഫ് ആണ് നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് വിളിക്കുക. സെയിം ലീനിയാരിറ്റി കണ്ടീഷൻ, നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒബിയസ്ലി ഇസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഫ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡ് എഫ് എടുക്കാമെന്ന് വിചാരിക്കുക. can take any field f and a1 a2 etc an belongs to f. Define a function f1 fn by f of x1 x2 etc xn എന്ന് പറഞ്ഞാൽ a1 x1 plus a2 x2 etc plus an xn എടുക്കാം. അതായത് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു വെക്ടർ സ്പേസ് എടുക്കുന്നത് f power n over f ആണ്. ഓക്കെ, ആൻഡ് വി ആർ ഡിഫൈനിങ് ലീനിയർ ഫങ്ഷൻസ് ഫ്രം എഫ് പവർ എന്ന് എഫിലേക്കാണ് നമ്മളെ ലീനിയർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ഇവിടുത്തെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലീനിയർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എഫ് പവർ എന്നിലെ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ എൻ ട്യൂപ്പിൾ ആയിരിക്കും. അതവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് ആ എൻ ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എവിടെ എലിമെന്റ് ആയിരിക്കും? എഫിൽ എലിമെന്റ്. ഇത് എഫിൽ എലിമെന്റ് ആണോ? അത് a1 x1 plus a2 x2 etc plus an xn എടുത്താൽ ഇതൊരു സിംഗിൾ വാല്യൂ അല്ലേ? ഒരു സിംഗിൾ വെക്ടർ അല്ലേ എവിടെ ഉള്ള എഫിലെ വെക്ടർ അല്ലേ? എഫിലെ വെക്ടേഴ്സ് എങ്ങനെ ഉണ്ടാവുക? എഫിലെ വെക്ടേഴ്സ് അത് നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ എഫ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എഫിന് സ്പെസിഫിക് ആയിട്ട് ആർ എടുത്തോളൂ. അപ്പോൾ ആർ എൻ ഓവർ ആർ ആണ് നമ്മളെ വെക്ടർ സ്പേസ്. എന്നിട്ട് ആർ എൻ എന്ന വെക്ടർ സ്പേസിൽ നിന്ന് ആറിലേക്കുള്ള ചില മാപ്പിംഗ്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യു ടേക്ക് സം a1 a2 step an in f. അപ്പോൾ ലെറ്റ് മീ ടേക്ക് എഫ് എന്ന് ഏതെങ്കിലും എടുക്കാം. ഇപ്പം 1 2 3 എക്സെട്ര എൻ. ഇതൊക്കെ എഫിലെ എലിമെന്റ്സ് അല്ലേ? എഫിൽ നിന്ന് ആറിലെ എലിമെന്റ്സ് അല്ലേ? അപ്പം എന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. എന്നെ ഫിക്സ് ചെയ്തിട്ടില്ല, വേണം എന്നെ ഫിക്സ് ചെയ്യാം. അപ്പം എഫ് ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ 1 ടൈംസ് a1 x1 അല്ല ഡിഫൈൻ ചെയ്ത് നമ്മൾ a1 ഇൻറ്റു x1. അപ്പോൾ 1 x1 എന്ന് x1 പ്ലസ് 2 x2 പ്ലസ് 3 x3 എക്സെട്ര പ്ലസ് n xn. അപ്പം ഇത് ആറിലുള്ള വെക്ടറാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ നിങ്ങൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഇപ്പോൾ സപ്പോസ് നിങ്ങളിവിടെ എന്നിന് നിങ്ങളൊരു 5 ഫിക്സ് ചെയ്യാം. ഓക്കെ, 5 ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത് 5 വരെ എടുക്കാം. x5 5 ടൈംസ് x5. അപ്പം എഫ് ഓഫ് 1 0 0 0 1ന്റെ ഇമേജ് എന്താ വരിക? ഇമേജ് എന്താ വരിക? 1 ഇൻറ്റു x1, അതായത് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു x2. x2 പറഞ്ഞാൽ 0 ആണ്. 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 0 പ്ലസ് 5 ഇൻറ്റു x5. x5 എന്താ? 1 ആണ്. അപ്പോൾ 5 ഇൻറ്റു 1. അപ്പോൾ എന്താ വരിക? ആൻസർ 6 വരും അല്ലേ? അപ്പോൾ 6 എവിടെ എലിമെന്റ് ആണ്? എലിമെന്റ് ഇൻ എഫ് അല്ലേ? ആറുള്ള എലിമെന്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കിട്ടുന്ന സംഭവം നമുക്ക് ഈ ജനറലായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴും നമ്മൾ ജനറലായിട്ട് ഡിഫൈൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് എക്സ് 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 എന്ന് പറഞ്ഞാൽ
you take arbitrary ai's in f and you define some function like this a1 x1 plus a2 x2 etc an xn. ഈ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്, എവിടെ വെക്ടറാണ്, എഫ് ഉള്ള വെക്ടറാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ലീനിയർ ഫംഗ്ഷനിലാണ്. ഈ ഡിഫൈൻ ചെയ്ത ഒരു എക്സാമ്പിൾ ഫോർ എ ലീനിയർ ഫംഗ്ഷണൽ ഫ്രം എഫ് പവർ എൻ ടു എഫ് ആണ്. സോ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് വെച്ചാൽ എഫിന്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്തായിരിക്കും? കോർഡിനേറ്റ് മെട്രിക്സ് അല്ല, എഫിന്റെ മെട്രിക്സ് വിത്ത് റിലേറ്റഡ് ടു ദ ബേസിസ് ഓഫ് എഫ് പവർ എൻ ആൻഡ് 1 എന്തായിരിക്കും? നമ്മളിപ്പോൾ ഇവിടെ എഫ് ഡിഫൈൻ ചെയ്തല്ലോ. നമ്മൾ തൊട്ട മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ നമ്മൾ എന്ത് കാണുക, എങ്ങനെയാ നമ്മൾ ഒരു മെട്രിക്സ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് കാണുക വിത്ത് റെസ്പെക്ട് ടു 2 ബേസിസ്. അതായത് ബീറ്റ എന്ന ബേസിസ് എടുക്കും നമ്മൾ വിന്റെ, അതുപോലെ ഡബ്ല്യുവിന്റെ ബേസിസ് പറഞ്ഞാൽ ബീറ്റ ഡാഷ് എടുക്കും. അപ്പൊ ഈ കേസിൽ നമുക്ക് ഉള്ള പറഞ്ഞാൽ വിയും എഫും ആണ്, ബീറ്റ ഡബ്ല്യു അല്ല എഫ് ആണ്, ലീനിയർ ഫങ്ഷൻസ് അല്ല. അപ്പം നമ്മൾ ബീറ്റ വിന്റെ ഒരു ബേസ് എടുക്കുക, ബീറ്റ ഡാഷ് എഫിന്റെ ഒരു ബേസ് എടുക്കുക. അങ്ങനെയെങ്കിൽ ഈ ബീറ്റ എന്ന ബേസ് നിങ്ങൾ സ്റ്റാൻഡേർഡ് ബേസ് എടുക്കുകയാണ്, E1 E2 എക്സെട്ര En എന്ന് പറഞ്ഞാൽ എഫിന്റെ സ്റ്റാൻഡേർഡ് ബേസിസും എഫിന്റെ ഒരു സ്റ്റാൻഡ് ബേസ് ആയിട്ടുള്ള സിംഗിൾട്ടൺ 1 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഈ മെട്രിക്സ്. അതായത് നിങ്ങളെ കോർഡിനേറ്റ് മെട്രിക്സ് കിട്ടുമല്ലോ, സോറി കോർഡിനേറ്റ് മെട്രിക്സ് അല്ല, മെട്രിക്സ് റിലേറ്റഡ് ടു ദ ബേസിസ് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് ഫോർ അവർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓർ ലീനിയർ ഫംഗ്ഷണൽ എഫ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും A1 A2 എക്സെട്ര A എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരിക്കും. ശരിയല്ലേ? കാരണം എന്താ, നമ്മൾ നോക്കുക എഫ് ഓഫ് E1 എന്താ വരിക? സാധാരണ നിങ്ങളിങ്ങനെ മെട്രിക്സ് കാണാം, നമ്മൾ എഫ് ഓഫ് അതായത് ഫസ്റ്റ് V2W എടുക്കുമ്പം ഒരു ടി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിന്റെ ഒരു ബേസിസ് എടുക്കും ബീറ്റ, ഇതിന്റെ ബേസ് എടുക്കും ബീറ്റ ഡാഷ്. അപ്പൊ ഇത് നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് എക്സെട്ര ആൽഫ എൻ ഡാഷ് ആണ് എടുത്തെന്ന് തോന്നുന്നു. അതോ ബീറ്റ 1 കറക്റ്റ് എനിക്ക് ഓർമ്മ. എന്തായാലും നമ്മൾ എടുത്ത ലാസ്റ്റ് ക്ലാസ് എടുത്തതായിരുന്നു സെക്കൻഡിന്റെ ബേസിസ് എന്താ എടുത്തത്? അതെ, ആൽഫ 1 ഡാഷ് എക്സെട്ര ആൽഫ 1 ഡാഷ് നമ്മൾ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ ടി ഓഫ് ആൽഫ 1 കണ്ടു, ടി ഓഫ് ആൽഫ 2 കണ്ടു എക്സെട്ര ടി ഓഫ് ആൽഫ എൻ കണ്ടു. എന്നിട്ട് ആ കിട്ടുന്ന വെക്ടേഴ്സ് നമ്മൾ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എമ്മിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ എഴുതി അല്ലേ? നമ്മൾ അതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ എഴുതി. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻസ് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്തു. അപ്പോൾ കുറച്ച് കോഎഫിഷ്യൻസ് കിട്ടും നമുക്ക് ഇതിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലേ? അത് വെച്ച് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്തു. അതന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടിക്ക് വരെ എഫ് ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. ഇവിടെ വി എന്ന് പറഞ്ഞ ഈ ബേസിസ് നമ്മൾ എടുത്തത് E1 E2 എക്സെട്ര I. എന്താണ് ഈ E1 E2 എക്സെട്ര I? സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് എഫ് പവർ എൻ. എന്താണ് ആ ബേസിസ്? E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0. E2 പറഞ്ഞാൽ സെക്കൻഡ് 1, ബാക്കിയെല്ലാം 0 എക്സെട്ര. En എന്ന് പറഞ്ഞാൽ എല്ലാ കോർഡിനേറ്റ്സും 0 എക്സെപ്റ്റ് ലാസ്റ്റ് 1. ഇതായിരുന്നു E1 E2 എക്സെട്ര En. അപ്പോൾ നിങ്ങൾ എഫ് ഓഫ് E1 കണ്ടുനോക്കൂ. നമ്മൾ ഡിഫൈൻ ചെയ്ത ഇതിൽ എഫ് ഓഫ് E1 നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലീനിയർ ട്രാൻസ്മിഷനിൽ കാണുകയാണെങ്കിൽ എഫ് ഓഫ് 1 0 0 എക്സെട്ര 0 കണ്ട് നിങ്ങൾക്ക് എന്താ വരിക? A1 എന്നല്ല വരിക അല്ലേ? A1 എന്നല്ല വരിക. A1 ഇൻറ്റു 1 പ്ലസ് A2 ഇൻറ്റു 0 എക്സെട്ര പ്ലസ് AN ഇൻറ്റു 0 എന്നാണ് വരിക. അപ്പോൾ A1 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് E1 എന്ന് പറഞ്ഞാൽ നമുക്ക് A1 എന്ന് കിട്ടും. അതവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് E1 എന്ന് പറഞ്ഞാൽ A1 കിട്ടും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയ വെക്ടറിനെ നമ്മൾ സെക്കൻഡ് വെക്ടർ സ്പേസിന്റെ ബേസിസിന്റെ ടേംസിൽ റിപ്രസെന്റ് ചെയ്യും. ഇവിടെ സെക്കൻഡ് ബേസിസ് എന്ന വെക്ടർ സ്പേസ് എന്താ? എഫ് ആണ് അല്ലേ? അതിന്റെ ബേസിസ് എന്താ? നമ്മളെടുത്ത 1 എന്ന വെക്ടർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A1 ഇൻറ്റു, അതായത് 1 ടേംസിൽ റിപ്രസെന്റ് A1 ഇൻറ്റു 1. എഫ് ഓഫ് E2 പറഞ്ഞാൽ അതുപോലെ A2 വരും, അത് A2 ഇൻറ്റു 1 എഴുതാം എക്സെട്ര അങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെയാ മെട്രിക്സ് ഫോം ചെയ്യാം? നമുക്ക് ഈ കിട്ടിയ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കിട്ടിയ ഫസ്റ്റ് റോയിലെ കോർഡിനേറ്റ്സ് ആണ് നമ്മളെ
എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളമായി മാറുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ എന്ന മെട്രിക്സിലെ കോർഡിനേറ്റ്സ് എന്ന ഒറ്റ കോർഡിനേറ്റ് ഉള്ളൂ A1. അപ്പോൾ അതാണ് നമ്മളെ മെട്രിക്സിലെ ഫസ്റ്റ് കോളമായി മാറുക. ഇനി സെക്കൻഡ് റോയിലെ എലിമെന്റ്സ്, ഈ എലിമെന്റ്സ് ആയിരുന്നു നമ്മളെ എ എന്ന മെട്രിക്സിലെ സെക്കൻഡ് കോളമായി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് റോ എലിമെന്റ്സ് പറയുമ്പോൾ ആകെ ഒരു കോഎഫിഷ്യന്റ് ഉള്ള A2, അതാണ് നമ്മളെ സെക്കൻഡ് കോളമായി മാറുക, എക്സെട്ര എ എൻ. അപ്പോൾ നമ്മളെ ഈ എഫിന്റെ, ഈ ലീനിയർ ഫംഗ്ഷണലിന്റെ മെട്രിക്സ് റിലേറ്റീവ് ടു ദ ബേസിസ്, സ്റ്റാൻഡേർഡ് ബേസിസ് ആസ് വെൽ ആസ് സ്റ്റാൻഡേർഡ് ബേസ് ഓഫ് എഫ് എടുക്കുകയാണെങ്കിൽ അതൊരു റോ മെട്രിക്സ് ആയിരിക്കും. ഇതുപോലെ A1 A2 എക്സെട്ര എ എന്നൊരു റോ മെട്രിക്സ് ആയിരിക്കും. ഇതുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സംഭവങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം പറയാം. അപ്പം ഇത് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ലീനിയർ ഫംഗ്ഷൻ ഫ്രം എഫ് പവർ എൻ ടു എഫ്. എഫ് പവർ എൻ എഫിലേക്ക് ഒരു ലീനിയർ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ആണത് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ലീനിയർ ഫംഗ്ഷനൽസും ഈ ഒരു ഫോമിലായിരിക്കും. അതായത് സമ്മേഷൻ, അതായത് എഫ് ഓഫ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞാൽ സം A1 x1 പ്ലസ് A2 x2 എക്സെട്ര പ്ലസ് AN xn ഫോമിലായിരിക്കും. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അതിനുള്ള കാരണം, നമുക്ക് ശരിക്കും നമ്മൾ ബേസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ x1 x2 എക്സെട്ര എക്സ് എന്ന വെക്ടറിന് എങ്ങനെ എഴുതാം? x1 x2 എക്സെട്ര എക്സ് എന്ന വെക്ടറിന് നമുക്ക് എങ്ങനെ എഴുതാം? x1 ഇൻറ്റു E1 പ്ലസ് x2 ഇൻറ്റു E2 എക്സെട്ര പ്ലസ് xn ഇൻറ്റു En എന്ന് എഴുതി കൂടെ? ഈ വെക്ടറിന് x1 x2 എക്സെട്ര എക്സ് എങ്ങനെ എഴുതി കൂടെ? x1 ഇൻറ്റു E1 എന്ന് പറയുമ്പോൾ x1 ഇൻറ്റു ആ വെക്ടർ 1, ഫസ്റ്റ് കോർഡിനേറ്റ് 1, ബാക്കി എല്ലാം 0. സെക്കൻഡ് പറയുമ്പോൾ x2 ഇൻറ്റു 0 1 0 0 0 0 ബാക്കി അങ്ങനെ എക്സെട്ര പ്ലസ് xn ഇൻറ്റു 0 0 എക്സെട്ര ലാസ്റ്റ് കോർഡിനേറ്റ് 1. അങ്ങനെ ആകുമ്പോൾ ഇത് ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഈ വെക്ടർ കിട്ടും അല്ലേ? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഈ വെക്ടർ കിട്ടും. അപ്പം എഫ് ഓഫ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എഫ് ഓഫ് ഈ സമ്മേഷൻ ആണ് അല്ലേ? എഫ് ഓഫ് x1 x2 എക്സെട്ര ഈ എഫ് ഓഫ് ഈ സോറി എഫ് ഓഫ് ദിസ് വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക എഫ് ഓഫ് ദിസ് ഹോൾ വെക്ടർ ആണ്. അതവിടെ എഴുതിയിരിക്കുന്നു. അപ്പം എഫ് ഓഫ് സമ്മേഷൻ ഓവർ ജെ എക്സ് ജെ ഇ ജെ. പിന്നെ എഫ് ഒരു ലീനിയർ ഫംഗ്ഷനിൽ കൊണ്ട് സോറി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എഫ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് എന്താ പറയുക, x1 ഇൻറ്റു എഫ് ഓഫ് E1 പ്ലസ് x2 ഇൻറ്റു എഫ് ഓഫ് E2 എക്സെട്ര പ്ലസ് xn ഇൻറ്റു എഫ് ഓഫ് En എഴുതാൻ പറ്റും. അതാണ് ഈ സമ്മേഷനിൽ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ ഓവർ ജെ എക്സ് ജെ എഫ് ഓഫ് ഇ ജെ വന്നാൽ x1 ഇൻറ്റു എഫ് ഓഫ് E1 പ്ലസ് x2 ഇൻറ്റു എഫ് ഓഫ് E2 എക്സെട്ര പ്ലസ് xn ഇൻറ്റു എഫ് ഓഫ് എഴുതാൻ പറ്റും. കാരണം എഫ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡയറക്ട്ലി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്, പക്ഷേ വി എഫിലേക്കാണെന്ന് മാത്രം. അപ്പം പക്ഷേ നമ്മൾ എഫ് ഓഫ് ഇ ജെ നമുക്ക് എന്താ കിട്ടി? എ ഐസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് ഇ ജെ പറഞ്ഞാൽ നമുക്ക് എ ഐസ് കിട്ടി. സോ വാട്ട് വി ക്യാൻ സേ ഇസ് ദാറ്റ് എഫ് ഓഫ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ ജെ എ ജെ എക്സ് ജെ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ലീനിയർ ഫംഗ്ഷനൽസിന്റെ. എഫ് റേസ് ടു എൻ എന്ന എഫിലേക്കുള്ള ഒരു ലീനിയർ ഫംഗ്ഷണലിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമുക്ക് കാണാം ഇൻപുട്ട് പോകുന്ന ഒരു n ട്യൂപ്പിളാണ്, ഔട്ട്പുട്ട് വരുന്നത് എഫിൽ ഒരു എലിമെന്റ് ആണ്. അങ്ങനത്തെ ഒരു ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ കണ്ടത്. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. മെട്രിസസിന്റെ ടേംസ് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആക്കി എടുക്കുക, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുക, എഫ് ഏതെങ്കിലും ഒരു ഫീൽഡ് എടുക്കുക, എനി ഫീൽഡ് യു കൺ ടേക്ക്, ആൻഡ് എ ഈസ് എൻ n/n മെട്രിക്സ് വിത്ത് എൻട്രീസ് ഇൻ എഫ്. എ ഒരു n/n മെട്രിക്സ് എടുക്കുക, സ്ക്വയർ മെട്രിക്സ് n/n മെട്രിക്സ് എടുക്കുക. എൻട്രീസ് എന്നാൽ ഫീൽഡ് എഫിലെ എൻട്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രേസ് ഓഫ് എ ആ മെട്രിക്സിലുള്ള ഡയഗണൽ എൻട്രീസിന്റെ സം ആണ് നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു n/n മെട്രിക്സ് എ എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ ഡയഗണൽ എൻട്രീസ് പറഞ്ഞാൽ A11 A22 എക്സെട്ര ANN ആണ്. അപ്പൊ ഈ എലിമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് എ മെട്രിക്സ് ആണെങ്കിൽ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ എലിമെന്റ്സിന്റെ സമ്മാണ് നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പം അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ നമ്മൾ പറയുന്നത് വെച്ചാൽ ഹിയർ ട്രേസ് ഓഫ് എ എന്ന ഫംഗ്ഷൻ TR ഓഫ് എ, ഓക്കെ, ട്രേസ് ഓഫ് എ എന്ന ഫംഗ്ഷൻ, ഒരു മിനിറ്റ്,
sorry for that. Here trace of a എന്നുണ്ടെങ്കിൽ linear function on space f n by n ആണ്. Because trace of CA plus B എന്ന് പറഞ്ഞാൽ ശരിക്കും ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ കാണിക്കേണ്ടത്? ലീനിയാരിറ്റി കണ്ടീഷൻ കാണിച്ചാൽ മതി. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് കാണിക്കണം? എയും ബിയും നിങ്ങൾ എഫ് എൻ ബൈ എന്ന് എടുക്കുക, രണ്ട് മെട്രിക്സസ് എൻ ബൈ എൻ മെട്രിക്സ് എടുക്കുക, എന്നിട്ട് ഒരു സ്കെയിലാർ എടുക്കുക ഫീൽഡിൽ നിന്ന്. ഇവിടെ ഫീൽഡ് എഫ് ആണ്, എഫ് എന്നൊരു ഫീൽഡ് എടുക്കും, പിന്നെ ഒരു സ്കെയിലാർ എടുത്തു. എന്നിട്ട് നമ്മൾ എന്താണെങ്കിൽ എഫ് ഓഫ് സി എ പ്ലസ് ബി പറഞ്ഞാൽ എഫ് ഓഫ് എ സി ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് കാണിക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ ഇനി എഫ് ആയാൻ പറയാം, കാരണം നമ്മൾ ലീനിയർ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലുണ്ടാവണം അതും ലീനിയർ ട്രാൻസ്മിഷൻ തന്നെയാണ്. ഇപ്പോൾ അതിന് ടി റെപ്രസെന്റ് കുഴപ്പമൊന്നും വരാനില്ല. പക്ഷെ നമ്മൾ നൊട്ടേഷൻ കൺവേർഷൻ കുറച്ചും കൂടി ഒന്നും എന്താ പറയാ ഡിഫറെന്റ് ആയ രീതിയിൽ മനസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എഫ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ടി യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല, കാരണം അത് ലീനിയർ ട്രാൻസ്മിഷൻ തന്നെയാണ്. അപ്പം നമുക്ക് ലീനിയാരിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കിയാൽ അറിയാം. സി എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് നിങ്ങളുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്. എ മെട്രിക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, ബി മെട്രിക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. B11, B22 എക്സെട്ര BNN. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും ആദ്യം നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, എ പ്ലസ് ബി നിങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു സി എ ഉണ്ട് അല്ലേ? അപ്പോൾ സി എ പറയുമ്പോൾ C1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ A11 ഒരു സി വരും, A22 ഒരു സി മൾട്ടിപ്പിൾ ആവും, ഇവിടെയും ഒരു സി മൾട്ടിപ്പിൾ ആവും. ഓക്കെ, ഇനി സി എ പ്ലസ് ബി എന്ന മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് എന്തൊക്കെയായിരിക്കും? സി എ പ്ലസ് ബി എന്ന മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് എന്തൊക്കെയായിരിക്കും? സി എ പ്ലസ് ബി എന്ന മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് എന്തൊക്കെയായിരിക്കും? CA11 plus B11. ഓക്കെ, അതെ അല്ലേ? കാരണം നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ എൻട്രി എവിടെ ആഡ് ചെയ്യും? നമ്മൾ ഫസ്റ്റ് എൻട്രി ഈ ബിയിലെ ഫസ്റ്റ് എൻട്രിയിലേക്ക് ആഡ് ചെയ്യും അല്ലേ? B11 ആഡ് ചെയ്യും. ഈ പൊസിഷനിലുള്ള ഡയഗണൽ എൻട്രി നമ്മൾ ഈ പൊസിഷനിൽ ആഡ് ചെയ്യാം. നോർമൽ മെട്രിക്സ് അഡീഷൻ. ആ മെട്രിക്സ് കണ്ടതിന് ശേഷം അതിന്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക. ഫസ്റ്റ് എൻട്രി ഇതായിരിക്കും, സെക്കൻഡ് ഇതായിരിക്കും, സെക്ടർ ലാസ്റ്റ് എൻട്രി പറഞ്ഞാൽ CANN പ്ലസ് BNN ആയിരിക്കും അല്ലേ? അപ്പം അതവിടെ എഴുതിയിരിക്കുന്നത്. ട്രേസ് ഓഫ് CA പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സമേഷൻ I ഈക്വൽ 1 to n C ഇൻറ്റു AII പ്ലസ് BII. ഐക്ക് 1 കൊടുത്താൽ CA11 പ്ലസ് B11 വരും, പ്ലസ് ഐക്ക് 2 കൊടുക്കുമ്പോൾ CA22 പ്ലസ് B22 എന്ന് വരും. അത് ഈ എല്ലാ എലിമെന്റ്സിന്റെയും സമയം. അപ്പൊ ഇതിനെ നമുക്ക് സമേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഈ ഇപ്പൊ നമ്മൾ ഏതൊക്കെ സമേഷൻ നമുക്ക് എഴുതി കൂടെ? ആദ്യം എല്ലാ A11സും എന്റെ എലിമെന്റ്സ് എല്ലാം ആഡ് ചെയ്യുക. ഇത് നോർമൽ അഡീഷൻ അല്ലേ? അപ്പോൾ ആദ്യം എന്റെ എല്ലാം ആഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഗെറ്റ്സ് സ്റ്റക്ക്. ആദ്യം എല്ലാ എന്റെ എലിമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുക, CANN പ്ലസ് ബാക്കി ബിന്റെ എല്ലാം ആഡ് ചെയ്യുക, B11 പ്ലസ് B22 എക്സെട്ര BNN. ഇങ്ങനെ ആഡ് ചെയ്താലും ഒരുമിച്ച് ഇങ്ങനെ ആഡ് ചെയ്താലും എല്ലാം നമുക്ക് ഒന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു സമേഷൻ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്താൻ പറ്റും. C ഇൻറ്റു A11 പ്ലസ് C ഇൻറ്റു A22 എക്സെട്ര പ്ലസ് C ഇൻറ്റു A, ആണ് ഈ സമേഷൻ, പ്ലസ് ബാക്കിയുള്ള B11 B22 എക്സെട്ര BN അതിന്റെ സമേഷൻ ഇവിടെ. പക്ഷെ ഇതെന്താ സാധനം? ഇത് പറഞ്ഞാൽ ശരിക്കും ട്രേസ് ഓഫ് A ആണ്, ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ട്രേസ് ഓഫ് B ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ട്രേസ് ഓഫ് CA പ്ലസ് ബി പറഞ്ഞാൽ C ഇൻറ്റു ട്രേസ് ഓഫ് A പ്ലസ് ട്രേസ് ഓഫ് B എന്ന് കിട്ടി. അതായത് ഇതൊരു ലീനിയർ ഫംഗ്ഷനിലാണ്. സോ ലീനിയർ ഫംഗ്ഷണൽ ഫ്രം എവിടുന്ന് എങ്ങോട്ടാ? FN ബൈ N. FN ബൈ N എന്ന് പറഞ്ഞാൽ N ബൈ N മെട്രിക്സിന്റെ സ്പേസ് നിന്ന് എഫിലേക്ക്, ആ ഫീൽഡിലേക്കുള്ള ഒരു ലീനിയർ ഫംഗ്ഷണൽ എക്സാമ്പിൾ ആണ് ആ മെട്രിക്സിന്റെ ട്രേസ്. സിമ്പിൾ ആയിട്ട് ഒരു മെട്രിക്സ് എടുത്ത് ആ മെട്രിക്സിന്റെ ട്രേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു നമ്പറാണ് കിട്ടുക, ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് കിട്ടുക. അത് എവിടെയുള്ള എലിമെന്റാണ് കിട്ടുക? ഫീൽഡ് എലിമെന്റ്സ് ആണ് കിട്ടുക. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ എടുത്ത മെട്രിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഇസ് ആൻഡ് എ ഇസ് എ മെട്രിക്സ് വിത്ത് എൻട്രീസ് ഇൻ എഫ് എന്ന്. ഈ മെട്രിക്സിലെ എൻട്രീസ് എഫിലാണ്. അപ്പൊ നിങ്ങൾ ഈ മെട്രിക്സിലെ എൻട്രീസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് ട്രേസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻട്രി വീണ്ടും എഫ് തന്നെ ആയിരിക്കില്ല, കാരണം എഫിൽ എൻട്രീസ് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അപ്പം ഇത് ശരിക്കും ഒരു ലീനിയർ ഫംഗ്ഷനിലെ എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ കൂടി എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ AB എടുക്കുക റിയൽ ലൈനിൽ, എന്നിട്ട് സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് റിയൽ വാല്യൂ ഫംഗ്ഷൻസ് ഓൺ AB നമ്മൾ ഡിനോട്ട് ചെയ്യാൻ C ഓഫ് AB ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ
ഫങ്ഷൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം ഈ വെക്ടർ സ്പേസിന്റെ മോള് സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ CABന്റെ മോള് നമ്മളൊരു ലീനിയർ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാണ് എൽ ഓഫ് അപ്പൊ ഈ സ്പേസിലെ എലിമെന്റ്സ് എന്തൊക്കെയാണ്? നമ്മളവിടെ വെക്ടർ സ്പേസ് പറഞ്ഞാൽ CAB ആണ്. CAB എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ ദ ഇന്റർവെൽ AB. റിയൽ ലൈനിൽ AB എന്ന ഇന്റർവെലിന്റെ മുകളിലുള്ള എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ, ആ ഫംഗ്ഷൻസിന്റെ കളക്ഷനാണ് നമ്മളെ വെക്ടർ സ്പേസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചാല് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിലെ എലിമെന്റ്സ് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണല്ലോ, കണ്ടിന്യൂസ് റിയൽ ഫംഗ്ഷൻസ് ആണല്ലോ. അതിന്റെ മുകളിൽ ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ എഫിന് പറഞ്ഞ L ഉപയോഗിച്ചായിരിക്കും. ഇത് നൊട്ടേഷൻസ് ആണ്. ഓക്കെ, L ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ലീനിയർ ഫംഗ്ഷനിലാണ്. വി ആർ ഡിഫൈനിങ് ഫ്രം ഓൺ CAB. അപ്പം L of G, അതായത് L of an element in this vector space is defined as integral A to B G of t dt. ഇന്റഗ്രൽ A to B G of t dt ഏതാ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ? ഒരു റിയൽ ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എന്താ അവിടെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, അപ്പം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ AB ആണ്. അപ്പം നമുക്കൊരു റിയൽ വാല്യൂ കിട്ടും. ഇന്റഗ്രൽ A to B G of t dt റിയൽ വാല്യൂ കിട്ടും. അപ്പം അതൊരു ലീനിയർ ഫംഗ്ഷനിലാണ് ഓൺ CAB. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ Fn/n എന്ന സ്പേസ് നിന്ന് Fലേക്ക് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് CAB എന്ന സ്പേസ് നിന്ന് നമ്മളെ റിയൽ വാല്യൂ ഫംഗ്ഷൻസ് ആണ് Rലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂ ഫംഗ്ഷൻസിലേക്കാണ് ഡിഫൈൻ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എൻട്രീസ് എന്ന് പറഞ്ഞാൽ മെട്രിസസ് ആയിരുന്നു. ഓക്കെ, അതിന്റെ മുകളിൽ നമ്മൾ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു, ട്രേസ് TR. അപ്പൊ TR എന്നായിരുന്നു നമ്മൾ റിയൽ ഫംഗ്ഷനിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എവിടെയായിരുന്നു? Fലായിരുന്നു. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് TRന് പകരം വേറെ നൊട്ടേഷൻ L എന്ന് ഉപയോഗിക്കുന്നു. ഇവിടുത്തെ ഇൻപുട്ട് ഇവിടെ മെട്രിക്സ് ആയിരുന്നു ഈ കേസിൽ. അപ്പൊ ഈ കേസിൽ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ L of F അല്ലെങ്കിൽ L of G. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റഗ്രൽ A to B G of t dt. ആ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാം A to B യിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും. അപ്പം R ഉണ്ടാവും. അപ്പോൾ ദിസ് ബേസിക്കലി എ ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ, ലീനിയറിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പം ലീനിയറിറ്റി ചെക്ക് ചെയ്യാൻ L of CG plus F, ജിയും എഫ് നിങ്ങൾ ഈ സ്പേസിന് എടുക്കുക, C ഒരു റിയൽ നമ്പർ എടുക്കുക. സോ L of CG plus F എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇന്റഗ്രൽ A to B എന്താണോ ഇതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു T ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ C into G of T plus F of T dt എന്ന് വരും. പിന്നെ ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. C into ഇന്റഗ്രൽ A to B G of T dt പ്ലസ് ഇന്റഗ്രൽ A to B F of T dt എന്ന് എഴുതാം. അതുപോലെ C കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, അത് പുറത്തേക്ക് എടുക്കുക ഇന്റഗ്രലിന്റെ. അതൊക്കെ നോർമൽ പ്രോപ്പർട്ടിയാണ്, നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടി അല്ലേ. ഇന്റഗ്രൽ AX dx എന്താ വരിക? A കോൺസ്റ്റന്റ് ആണെങ്കിൽ A into ഇന്റഗ്രൽ X dx എന്നല്ലേ വരിക അല്ലേ? അപ്പൊ അതൊക്കെ നമുക്കറിയാം. അപ്പം പക്ഷെ ഈ സംഭവം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇത് പറഞ്ഞാൽ L of G ആണ്. അതുപോലെ ഈ എഴുതിയിരിക്കുന്ന സാധനം L of F ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? L of CG plus F എന്ന് പറഞ്ഞാൽ C into L of G plus L of F എന്ന് കിട്ടും. That means that this L what we define here is actually also a linear function. ഒരു linear functionന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന L. ഓക്കെ, അപ്പൊ ഇനി നമ്മള് അപ്പം നിങ്ങൾ കഴിഞ്ഞ സെക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന LVW ഡിഫൈൻ ചെയ്തു. നമ്മൾ LVW ഡിഫൈൻ ചെയ്തു, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഡിഫൈൻ ചെയ്തു, LVW ഡിഫൈൻ ചെയ്തു. ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത് LVF ആണ്, സെറ്റ് ഓഫ് ലീനിയർ ഫംഗ്ഷൻസ് ഫ്രം V to F ഡിഫൈൻ ചെയ്തു. അപ്പൊ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു V സ്റ്റാർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഉള്ള അതേ പ്രൂഫ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. സെറ്റ് ഓഫ് ലീനിയർ ഫംഗ്ഷൻസ് ഫ്രം V to F എടുത്താൽ അതും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെറ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം V to W
ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ടു ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെയിം പ്രൂഫ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡബ്ല്യു ആണ്, വേറൊരു വെക്ടർ സ്പേസ് ആണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരേ സാധനം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സാധനം അതെന്ന് വേണേൽ പറയാം. കാരണം ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഡബ്ല്യു പറഞ്ഞ എഫ് തന്നെ ചൂസ് ചെയ്യണം. ഇവിടെ ഡബ്ല്യു ഏത് വെക്ടർ സ്പേസ് വേണം. അപ്പൊ എൽ വി എഫ് എന്ന സ്പേസും ഒരു വെക്ടർ സ്പേസ് ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുക വി സ്റ്റാർ എന്നാണ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിയുടെ ഡയമെൻഷൻ എന്നും ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എമ്മും ആണെങ്കിൽ എൽ വി ഡബ്ല്യു ഒരു വെക്ടർ സ്പേസും ആണ്. ഫൈനൽ ഡയമെൻഷണൽ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ഡയമെൻഷണൽ കേസിൽ എൽ വി ഡബ്ല്യു ഒരു വെക്ടർ സ്പേസും ആണ്. ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഡയമെൻഷൻ എം എൻ അല്ലെ, നമ്മുടെ എം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കേസിൽ എന്താ ഡയമെൻഷൻ വരിക? എൽ വി എഫ് എന്താ വരിക? എന്തായിരിക്കും? ഡയമെൻഷൻ വിന് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഡയമെൻഷൻ വി നിങ്ങൾ എൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ 1 ആണല്ലോ, എഫിന്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പൊ ഇതേ ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു 1 വരും അല്ലെ. ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു 1, അതായത് ഡയമെൻഷൻ ഓഫ് ഇത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഇത് ഡയമെൻഷൻ ഓഫ് വിയും ആണ് അല്ലെ. അപ്പൊ ഈ കേസിൽ 1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി എന്ന് വരും, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി എന്ന് വരും. അതായത് ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും ഡയമെൻഷൻ ഓഫ് വിയും സെയിം ആയിരിക്കും. ഓക്കെ, ഡയമെൻഷൻ ഓഫ് വി ഡയമെൻഷൻ ഓഫ് എഫ്, ഇവിടെ എഫ് എടുക്കുന്ന നമ്മൾ എഫ് ഓർ എഫ് ഒരു വെക്ടർ സ്പേസ് അല്ലേ. എഫ് ഓർ എഫ് വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്താ വരിക? ആർ ഓവർ ആറിന്റെ ബേസിസ് എന്താ? അല്ലെങ്കിൽ സി ഓവർ സിന്റെ ബേസിസ് എന്താ വരിക? ഏതായിരുന്നു ബേസിസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു? ആർ ഓവർ ആർ ബേസിസ് എന്താ വരിക? എന്താ വരിക? ആർ ഓവർ ആർ. ആർ ഓവർ ആറിന്റെ ബേസ് എന്താ വരിക? ആർ ഓവർ ആർ എന്ന ഒരു സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കുക. അതിന്റെ ഫീൽഡ് നമ്മൾ ആറിന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 2 എന്ന് പറഞ്ഞ വെക്ടർ അതിന്റെ ബേസിസ് ആണെന്ന് പറയുന്നു. ശരിയാണോ? എനിക്ക് ഏത് റിയൽ നമ്പറിനെയും ഈ അതായത് ഇപ്പൊ എസ് നമ്മളെങ്ങനെ ബേസിസ് എന്ന് കാണിക്കാം? എസ് ബേസിസ് എന്ന് കാണിക്കണമെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടണം. അതുപോലെ എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. ഇത് രണ്ടും കാണിച്ചാൽ നമുക്ക് പറയാം ഇത് ബേസിസ് ആണെന്ന് പറയാം അല്ലെ. ആർ ഓവർ ആർ എന്ന വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് ഇതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയല്ല കാണിക്കാം. ഒരു വെക്ടർ സ്പേസ് ഒരു സ്പേസ് എടുത്തിട്ട് നമ്മൾ ആർ ഓവർ എടുത്തു. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ക്ലെയിം എന്താ വെച്ചാൽ ഇത് ബേസിസ് ആണ് ഞാൻ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, എസ് ഈക്വൽ ടു 2 ബേസിസ് ആണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പം സ്പാൻ ഓഫ് എസ് ആറാണോ? സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആറാണോ? അല്ലേ? കാരണം ഇപ്പൊ ആരാ അല്ല എന്ന് പറഞ്ഞത്? അല്ല, അപ്പൊ നിങ്ങൾ ഏത് വെക്ടർ തന്നാലും ഐ ക്യാൻ എക്സ്പ്രസ് ദാറ്റ് വെക്ടർ ഇൻ ടേംസ് ഓഫ് ദിസ് വെക്ടർ 2 അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 1115/3 എന്നൊരു വെക്ടർ തന്നു റിയൽ നമ്പറിന്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ സ്പേസിലുള്ള വെക്ടറാണ്, ആറിലുള്ള വെക്ടറാണ്. അപ്പോൾ എനിക്ക് ഈ വെക്ടറിനെ ശരിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ വെക്ടർ ടേംസ് എഴുതാൻ പറ്റില്ലേ? റിയൽ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റില്ലേ? അതായത് ഈ വെക്ടറിനെ എങ്ങനെ എഴുതാം? -1115/3 എങ്ങനെ സംതിങ് ഇൻറ്റു 2 എന്ന് എഴുതാം? അതായത് -1115/6 ഇൻറ്റു 2 എടുക്കുക. അപ്പൊ ഈ നമ്പർ പറഞ്ഞാല് നമ്മളെ ഫീൽഡ് നമ്പറാണ് അല്ലേ. ഏത് നമ്മൾ എടുക്കുക? ലിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈ സെറ്റിലെ വെക്ടേഴ്സ് ലിയർ കോമ്പിനേഷൻ പറയുമ്പോൾ സം കോൺസ്റ്റന്റ് ഇൻറ്റു 2. ആ ഫോമിൽ നിങ്ങൾ ഏത് വെക്ടറിന് എഴുതാൻ പറ്റണം. ആ കോൺസ്റ്റന്റ് എവിടെ നിന്ന് എടുക്കുക? ആ കോൺസ്റ്റന്റ് നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുക. അവിടുത്തെ ഫീൽഡ് എന്താ? ആറാണ് ഫീൽഡ്. അപ്പൊ നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. ഏത് വെക്ടർ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ നിങ്ങളിപ്പോ എനിക്ക് ഏത് വെക്ടർ എന്നാലും എനിക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സിംഗിൾട്ടൺ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണോ? സിംഗിൾട്ടൺ 2 ഇത് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ട സിംഗിൾട്ടൺ 2 ഈ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണോ എന്ന് കാണിക്കണം. ലീനിയർ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. കാരണം ഇതിന്റെ സെറ്റിലെ ലീനിയർ കോമ്പിനേഷൻസ് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഈ കോമ്പിനേഷൻസ് ഈ കോഎഫിഷ്യൻസ് കമ്പൽസറി 0 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം
അത് റിയൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പം എ ഇൻറ്റു 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എ കമ്പൽസറി 0 ആയിരിക്കണം. അപ്പം എന്തായി സിംഗിൾട്ടൺ 2 പറഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിംഗിൾട്ടൺ ആൽഫ വേർ ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഇൻ വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. അപ്പം ഇത് ലീനിയർ ഇൻഡിപെൻഡന്റുമായി സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിസ് ആണ്. ഇത് R/R ഒരു ബേസിസ് ആണ് സിംഗിൾട്ടൺ 2. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എടുക്കാം. 3 എടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 1 5 എടുക്കാം. ഏത് റിയൽ നമ്പർ എടുത്താലും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യും. അതെല്ലാം സിംഗിൾട്ടൺ ആ സെറ്റ് സിംഗിൾട്ടൺ ഒരു സെറ്റ് എ വേർ എ ബിലോങ്സ് ടു ആർ എടുത്താൽ വേർ എ ഇസ് നോട്ട് ഈക്വൽ ടു 0 എടുത്താൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതൊരു ബേസിസ് ആയിരിക്കും. എ നോട്ട് ഈക്വൽ ടു 0 എടുക്കണം. എ 0 എടുത്താൽ നമുക്ക് എല്ലാ എലിമെന്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. ഏത് നോൺ സീറോ എടുത്താലും പറ്റും. അപ്പം സിംഗിൾട്ടൺ എ പറഞ്ഞാൽ ശരിക്കും ഒരു ബേസിസ് ആണ്. അപ്പൊ ആറിന് ഒരുപാട് ബേസിസ് ഉണ്ട്. ഓക്കെ, ഏത് വേണമെങ്കിൽ ബേസ് ആക്കും. 100 ബേസിസ്, സിംഗിൾട്ടൺ 100 ബേസിസ് ആണ്, സിംഗിൾട്ടൺ 1 ബേസിസ് ആണ്, സിംഗിൾട്ടൺ 2 ബേസിസ് ആണ്, സിംഗിൾട്ടൺ 3 ബേസിസ് ആണ്. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ബേസ് ഡിഫൈൻ ചെയ്യും. എല്ലാ വെക്ടർ സ്പേസും നമ്മളൊരു സ്റ്റാൻഡേർഡ് ബേസ് ഡിഫൈൻ ചെയ്യും. നമ്മളെ തിയറി ഡെവലപ്പ് ചെയ്യാനും എല്ലാം വേണ്ടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ബേസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ബേസ് ആണ് നമ്മൾ വണ്ണും ബേസിസ് ആണ്. പക്ഷെ നമ്മൾ വണ്ണാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയാം R/R. ഓക്കെ, കാരണം നിങ്ങൾക്ക് വണ്ണ് ഇതുപോലെ വർക്ക് ചെയ്യുമല്ലോ അല്ലേ. വണ്ണിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സുഖം. അപ്പൊ നിങ്ങൾ ഈ -1/5/3 നിങ്ങൾക്ക് ഈ സിംഗിൾട്ടൺ 1 മീൻസ് സ്പാൻ ചെയ്യാൻ പറ്റില്ലേ. ആ സെയിം നമ്പർ തന്നെ എ ആക്കി എടുത്താൽ പോരെ. എ ഇൻറ്റു 1 വേർ എ ഈസ് ദിസ് നമ്പർ അല്ലേ. അപ്പൊ സിംഗിൾട്ടൺ 1 എന്ന സെറ്റ് ശരിക്കും ബേസിസ് ആണ് R/R ഒരു ബേസിസ് ആണ്. അപ്പം അത് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വിളിക്കാൻ കാരണം വേറെ ഒന്നല്ല, നമ്മളെ വർക്കൊക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബേസിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ പ്രോസസ്സ് പല പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംപ്ലിഫൈഡ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ R/R ഒരു ബേസിസ് ആണ് സിംഗിൾട്ടൺ 1. അതേപോലെ നിങ്ങൾ C/C എടുത്ത് നോക്കും, വേറെ ഒരു ഫീൽഡ് എടുത്ത് നോക്കും. C/C എടുക്കുകയാണ്. അതിൽ ഞാൻ പറയുന്നത് 1 ഒരു സിംഗിൾട്ടൺ ബേസ് ആണ്, സിംഗിൾട്ടൺ 1 ഒരു സ്റ്റാൻഡേർഡ് ബേസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അത് ബേസ് സിംഗിൾട്ടൺ 1 സ്റ്റാൻഡേർഡ് ബേസ് ആണോ C/C? അപ്പൊ നിങ്ങൾ 2 + i എന്നൊരു വെക്ടർ എടുത്തു C എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഒരു ബേസിസ് ആണ്. കാരണം എന്താ, എനിക്ക് ഈ വെക്ടറിനെ സം കോൺസ്റ്റന്റ് ഇൻറ്റു എന്റെ വെക്ടർ, ഇതാണ് എന്റെ വെക്ടർ. ഈ കോൺസ്റ്റന്റ് എവിടെ എടുക്കേണ്ടത്, ഈ കോൺസ്റ്റന്റ് എഫ് എന്നാണ് വരേണ്ടത്. എഫ് എന്താ ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ സി തന്നെയാണ്. അപ്പൊ എക്സിസ്റ്റ് ചെയ്യില്ലേ 2 + i f എന്നുണ്ട്. സച്ച് ദാറ്റ് ഐ ക്യാൻ റൈറ്റ് 2 + i as 2 + i into 1 എഴുതാൻ പറ്റും. നിങ്ങൾ വേറെ കോംപ്ലക്സ് നമ്പർ തന്നോളൂ. നിങ്ങൾ -1 + i തന്നു, ഇവിടുന്ന് -i + 1 + i തന്നു. അപ്പൊ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക 1 ടേംസിൽ? ഞാൻ അതിനെ കോൺസ്റ്റന്റ് എടുക്കും. ഞാൻ കോൺസ്റ്റന്റ് ഈ സെയിം വെക്ടർ എടുക്കും 1 + i. ഈ കോൺസ്റ്റന്റ് ആണ് എടുക്കേണ്ടത്, ഈ ഇവിടുന്ന് എടുക്കേണ്ടത് എഫ് എന്ന് എടുക്കേണ്ടത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഈ എലിമെന്റ് സിംഗിൾട്ടൺ 1 എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്പേസിന് സ്പാൻ ചെയ്യും. സിംഗിൾട്ടൺ 1 എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഫുൾ സ്പേസിന് സ്പാൻ ചെയ്യും. അതായത് ഈ സ്പേസിന്റെ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്ത് കിട്ടും, ഫുൾ കോംപ്ലക്സ് ഫീൽഡ് കിട്ടും ഇവിടെ. കാരണം ഇവിടെ സ്പാൻ എടുക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഫോം എ ഇൻറ്റു 1 വേർ എ ബിലോങ്സ് ടു എഫ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ സി ആണ് അല്ലെ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സി കിട്ടും. പിന്നെ സിംഗിൾട്ടൺ 1 എന്ന് പറഞ്ഞാൽ വീണ്ടും ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ സെയിം ഇവിടെ പറഞ്ഞ മോളിൽ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് വെച്ചിട്ട്. അപ്പൊ ഇതൊരു ബേസിസ് ആയി മാറും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സിംപ്ലിഫിക്കേഷൻ തിയറി സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് കാണുമ്പോൾ നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടു. നേരത്തെ നമ്മളിപ്പം ലീനിയർ ഫംഗ്ഷന്റെ ബേസിസ് കണ്ടു. ഏത് തൊട്ടുമ്പ് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടില്ല. അതിൽ നമ്മൾ എടുത്ത ബേസിസ് എന്തായിരുന്നു? രണ്ടാമത്തെ ബേസിസ് എന്താ എടുത്ത? 1 എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അല്ല ഇവിടെ അല്ല, ഇവിടെ 1 അല്ലേ ബേസ് എടുത്ത എഫിന്റെ? ഉണ്ടോ? ഇവിടെ 1 എടുത്ത എഫിന്റെ ബേസ്. എനിക്ക് വേണമെങ്കിൽ 2 എടുക്കായിരുന്നു. പക്ഷെ 2 എടുത്ത എന്താ സംഭവിക്കുക, അത് കുറച്ചും കൂടി ഇത് A1 എന്തെടുക്കണം, A1/2 എടുക്കേണ്ടി വരും ഇവിടെ കോൺസ്റ്റന്റ്. അപ്പൊ ഈ മെട്രിക്സ് മാറി A1/2 A1/2 A2n/2 എന്ന് വരും. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എന്റെ ഒരു എന്താ സിംപ്ലിഫൈഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വൃത്തിയുള്ള രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 എടുത്തത്. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എഫിന്റെ. ഓക്കെ, എന്ന് പറയുമ്പോൾ F/F എഫ് എന്ന് പറയുമ്പോൾ F/F എന്ന വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് 1. അങ്ങനെ മനസ്സിലാക്കണം. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഇതായിരുന്നു, എന്തുകൊണ്ടാണ് 1 എഫിന്റെ ഡയമെൻഷൻ 1 വന്നതെന്ന്. എഫിന്റെ ഡയമെൻഷൻ 1 വരാൻ കാരണം നമുക്കൊരു ബേസിസ് ഉണ്ട് F/Fന്റെ. ആ ബേസിസ് പറഞ്ഞാൽ സിംഗിൾട്ടൺ 1 എന്ന ബേസ് എടുക്കാം.
നമ്മൾ എഴുതിയൊക്കെ എവിടെയായിരുന്നു? ഞാനിപ്പോ എഴുതിയത് പോയോ? ആ, അപ്പം സിംഗിൾട്ടൺ 1 ഒരു ബേസിസ് ആണ് എഫ് ഓവർ എഫിന്റെ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ 1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി എന്ന് എഴുതുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡയമെൻഷൻ ഓഫ് വിന്റെയും ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറിന്റെയും വിന്റെയും വി സ്റ്റാറിന്റെ ഡയമെൻഷൻ സെയിം ആയി കിട്ടുന്നത്. പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പം ഇനി ഇപ്പൊ നമ്മള് ഇതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയമെൻഷൻ ഓഫ് ഒരുപാട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇത്രയായിരുന്നു. ഡയമെൻഷൻ ഓഫ് വി എഫ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വിയും സെയിം ആണ് എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെയാണ്. അപ്പം അതാണ് ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ ഡയമെൻഷൻ ഓഫ് വി സെയിം ആണ്. അപ്പോൾ ഒബിയസ്ലി നമ്മൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പേസിന്റെ ഈ റിസൾട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളൊരു ബേസിസ് ഉണ്ടാക്കി ഓർമ്മ ഉണ്ടോ? കുറച്ച് ലീനിയർ ഫങ്ഷൻസ് ഇ പി ക്യൂ എന്നൊരു സാമ്പിൾ ഉണ്ടാക്കി ഓർമ്മ ഉണ്ടോ? ഇ പി ക്യൂസ് കുറച്ച് ഫങ്ഷൻസ് അല്ലേ? അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഈ എൽ വി എഫിന്റെ കേസിൽ നമ്മൾ കുറച്ച് ബേസിസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതേ ആ സെയിം ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഒരു വെക്ടർ സ്പേസ് നമ്മൾ ഇത് വെക്ടർ സ്പേസ് ആണെന്ന് മനസ്സിലായി. കാരണം ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഈ തിയറം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ തിയറത്തിൽ ഡബ്ല്യുവിന് എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എൽ വി എഫ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടും. ഇത് വെക്ടർ സ്പേസ് ആണ്. ഒബിയസ്ലി നമുക്ക് അതിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കണം. അതിന്റെ ബേസിസ് എന്താണെന്ന് അറിയണം. ഇനി അതിനൊരു സ്റ്റാൻഡേർഡ് ബേസിസ് ഉണ്ടോ അതൊക്കെ നമുക്ക് അറിയണം. അപ്പം അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സിമ്പിൾ ഐഡിയ ഉള്ളതിനെ കൊണ്ട് ഈ റിസൾട്ട് ഉപയോഗിച്ച് തന്നെ ഡയമെൻഷൻ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒബിയസ്ലി നമുക്ക് ഉറപ്പിക്കാൻ മനസ്സിലായത് ഇപ്പൊ ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും ഇപ്പൊ ഡയമെൻഷൻ ഓഫ് വി എൻ ആണെങ്കിൽ, സപ്പോസ് ഡയമെൻഷൻ ഓഫ് വി എൻ ആണ്, അതിന്റെ ഒരു ബേസിസ് നിങ്ങൾ എടുക്കുകയാണ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എൻ എടുക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് മനസ്സിൽ ഒന്ന് ഉറപ്പിക്കാം, ഒരു വി സ്റ്റാറിന് അതേപോലെ ഒരു ബേസിസ് ഉണ്ട്. അപ്പൊ അതിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? n എലിമെന്റ്സ് അവിടെ ഉണ്ട്. അതായത് അവിടെ കുറച്ച് ഫംഗ്ഷൻസ് ആണുള്ളത്. F1 F2 എക്സെട്ര F എന്ന് പറഞ്ഞ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതൊരു ബേസിസ് ആയിരിക്കും അല്ലേ? ഇപ്പൊ ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ n ആണ്. ഇത് വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിന്റെ ബേസിസ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പം ആ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇവിടെ ബിയിലെ കുറച്ച് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിസ് ആയതിനെ കൊണ്ട് കുറച്ച് ലീനിയർ ഫംഗ്ഷൻസ് അടങ്ങുന്ന ഒരു സെറ്റ് ആയിരിക്കും അവിടെ ബേസിസ് വരാം. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഡുവൽ ബേസിസ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കണം. അതെ, അപ്പം വി ഈസ് a vector space over F and the collection of all linear functions on V forms a vector space LVF. അത് നമ്മൾ ആ പ്രീവിയസ് റിസൾട്ട് LVW റിസൾട്ട് വെച്ച് നമുക്ക് പറയാം. ഇനി ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡുവൽ സ്പേസ് ഓഫ് വി. അതായത് വി എന്ന വെക്ടർ സ്പേസിന്റെ ഒരു ഡുവൽ സ്പേസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, വി സ്റ്റാറിന്. അത് LVF എന്ന് പറഞ്ഞ സ്പേസിനെ നമ്മൾ വിളിക്കുക ഡുവൽ സ്പേസ് എന്നാണ്. അപ്പൊ അതിന്റെ ബേസിസ് നമ്മൾ ഡുവൽ ബേസിസ് എന്നാണ് വിളിക്കുക. അത് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, വി ഹാഡ് എ തിയറം. ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചതാണ്. ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ ഡയമെൻഷൻ ഓഫ് വി സെയിം ആയിരിക്കും. അതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞു. ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഡുവൽ ബേസിസ് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ബേസിസ് നോക്കാം. അതായത് നമ്മൾ എടുക്കുന്നത് ലെറ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എൻ ബി എ ബേസിസ് ഫോർ വി. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതാണ് എൽ വി എഫ് എന്ന് പറഞ്ഞ ആ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. ഒരു ബേസിസ്, ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്നത് വിന്റെ ബേസിസ് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ വിന്റെ ബേസ് എടുക്കുന്നത് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എൻ ആണ് നമ്മൾ വിന്റെ ബേസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പണ്ട് നമ്മൾ റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ, ഇതാണ് റിസൾട്ട്. വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ആൻഡ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എൻ ഒരു ഓർഡേർഡ് ബേസിസ് ആണ് വിന്റെ. എങ്കിൽ W ഒരു വെക്ടർ സ്പേസ് എടുക്കുക ഓവർ ദ സെയിം ഫീൽഡ് വിത്ത് സം വെക്ടേഴ്സ് ബീറ്റ 1 ബീറ്റ 2 സെക്ടർ ബീറ്റ എൻ ഇൻ W. ഏതെങ്കിലും വെക്ടേഴ്സ് ബീറ്റ 1 ബീറ്റ സെക്ടർ ബീറ്റ എൻ W എടുത്തു കഴിഞ്ഞാൽ there exists precisely one linear transformation P from
V into W such that T of alpha I will be equal to, like T of alpha j will be equal to beta j. അല്ലേ? ഇത് വെച്ച് നമ്മൾ പ്രോബ്ലമും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ എക്സാമിന്, അല്ലേ? അല്ലേ? ഇത് നമ്മൾ എക്സാമിനുള്ള ടോപ്പിക് ആയിരുന്നില്ലേ? അതെ അതെ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ബേസിസ് എടുക്കുക, വി എന്ന സ്പേസ് നിന്ന് ഡബ്ല്യു എന്ന സ്പേസിലേക്ക് ആണ് നമ്മൾ ടി മാപ്പ് ചെയ്യുന്നത്. സോറി, ടീനെ പറ്റി പറയാനായില്ല. വി എന്ന സ്പേസും ഡബ്ല്യു എന്ന സ്പേസ് ഉണ്ട്. വിന്റെ ഒരു ബേസിസ് എടുക്കുക നമ്മൾ. എന്നിട്ട് ഇവിടുന്ന് ഡബ്ല്യുന്ന് കുറച്ച് എലിമെന്റ്സ്, ഇവിടെ ബേസിസിൽ n എലിമെന്റ്സ് ഉള്ളത്, ഓക്കെ, എങ്കിൽ ഡബ്ല്യുന്ന് ഒരു n എലിമെന്റ്സ് എടുക്കുക. അത് ഏതെങ്കിലും n എലിമെന്റ്സ് ആണ്, ബേസിസ് ആവുന്നില്ല ഡബ്ല്യുവിന്റെ. β1 β2 എക്സെട്ര ബീറ്റാൻ എടുത്താൽ ഈ ആൽഫ ഐസിനെ ഈ ബീറ്റ ഐസിലേക്ക് മാപ്പ് ചെയ്യുന്ന, അതായത് ടി ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ബീറ്റ ജെ അല്ലെങ്കിൽ ടി ഓഫ് ആൽഫ ഈക്വൽ ടു ബീറ്റ മാറ്റർ, ഇങ്ങനെ മാപ്പ് ചെയ്യുന്ന ഒരു യുണീക് ടി ഉണ്ടാവുള്ളൂ എന്നായിരുന്നു നമ്മൾ അന്ന് പ്രൂവ് ചെയ്തത്. ഓക്കെ, അന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് അതായിരുന്നു. ഓക്കെ, സോ ആ റിസൾട്ട് മനസ്സിൽ വെക്കാം. ഓക്കെ, അത് നമ്മൾ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മൾ ഇ പി ക്യു എന്ന് പറഞ്ഞ ബേസിസ് ഫോം ചെയ്ത് ഓർമ്മയുണ്ടോ ഒരു തിയറത്തിൽ? അതെന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? അത് എങ്ങനെയായിരുന്നു നമ്മൾ ഫോം ചെയ്ത് ഓർമ്മയുണ്ടോ നമുക്ക്? നമ്മൾ ഫോം ചെയ്ത് എങ്ങനെയായിരുന്നു ആ ബേസിസ്? അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ പറയാം. അതുകൊണ്ടാണ് അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് എഴുതാം. അന്ന് നമ്മൾ എടുത്തത് ഇങ്ങനെയായിരുന്നു. എൽ വി ഡബ്ല്യു എടുത്തു. വിയും ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിരുന്നു. ഡയമെൻഷൻ ഓഫ് വി എന്നും ഡയമെൻഷൻ ഓഫ് വി ഡബ്ല്യു നമ്മൾ അന്ന് എം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബേസിസ് നമ്മൾ ബീറ്റ എടുത്തിട്ടുണ്ടായിരുന്നു. ആൽഫ 1 ആൽഫ 2 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എടുത്തു. ഡബ്ല്യുവിന്റെ ബേസിസ് നമ്മൾ ബീറ്റ 1, ഇത് നമ്മൾ ബീറ്റ ഡാഷ് എന്ന് വിളിച്ചു. ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ ഫോർ ഇന്റിജേഴ്സ് 1 ലെസ് ദാൻ ഈക്വൽ ടു പി ലെസ് ദാൻ ഈക്വൽ ടു എം ആൻഡ് 1 ലെസ് ദാൻ ഈക്വൽ ടു ക്യൂ ലെസ് ദാൻ ഈക്വൽ ടു എൻ, we defined some linear transformations. E p q of alpha I എന്ന് പറഞ്ഞാൽ 0 if I is not equal to q and equal to beta p if I is equal to q, or നമുക്ക് പിന്നെ ഡെൽറ്റ ഐ ക്യൂ ഇൻറ്റു ബീറ്റ പി എന്ന് എഴുതാം. അതായത് E11 ഓഫ് ആൽഫ 1, E12 ഓഫ് ആൽഫ 1 എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം എല്ലാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു ആ പ്രൂഫിൽ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ എം എൻ, അതായത് E11 E12 അതുപോലെ എക്സെട്ര E1 ക്യൂ ഇവിടെ വരെ 1 to n വരെ, അതുപോലെ E21 E22 എക്സെട്ര E2n, അങ്ങനെ എം എൻ നമ്പർ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഈ ഫോമിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ കേസിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ആണ്, അല്ലെ? ലീനിയർ ഫംഗ്ഷൻസിന്റെ കേസിൽ എൽ വി എഫിൽ ഈ ഡബ്ല്യു എഫ് ആയി മാറി. അപ്പൊ എഫ് ഓർ എഫിന്റെ ബേസിസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒറ്റ എലിമെന്റ് ഉണ്ടാവുള്ളൂ, ബീറ്റ ഡാഷ് എന്ന് പറയും. ഈ ബീറ്റ 1 ബീറ്റ 2 സിട്ര ബീറ്റ എം എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഒറ്റ എലിമെന്റ് എടുക്കുന്നുള്ളൂ, 1 എടുക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ബേസിസ് 1 ആക്കി എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പോ ഇനി ചെയ്യാൻ പോകുന്ന ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പം ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. അന്നത്തെ ക്ലിയർ ആണെങ്കിൽ ഇത് ഷുഡ് ബി വെരി മച്ച് ക്ലിയർ. അപ്പം ഇവിടെ ഡബ്ല്യൂന് പകരം നമ്മൾ എഫ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡയമെൻഷൻ 1 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എഫ് ഓർ എഫ് ഡയമെൻഷൻ 1 ആണ്. അപ്പൊ ഇവിടുത്തെ ബീറ്റ ഡാഷ് നമ്മൾ എടുക്കുന്നത് സിംഗിൾട്ടൺ 1 ആക്കി എടുക്കും. ഇവിടെ ബീറ്റ 1 ബീറ്റ എം ഒന്നുമില്ല, ഒറ്റ വെക്ടറുള്ളൂ, 1 ആക്കി എടുക്കും. അപ്പൊ ഈ ഇതില് ഈ പി വേരീസ് ഫ്രം 1 to m, 1 to 1 തന്നെ ഉള്ളൂ. കാരണം എം പറഞ്ഞാൽ ഒരു എലിമെന്റ് ഉള്ളൂ. അപ്പൊ പി വേരീസ് ഫ്രം 1 to 1. ഓക്കെ, അപ്പൊ ഒറ്റ എലിമെന്റ് ഉള്ളൂ. ഈ 1 പി മാറി മാറി വരില്ല. E21 E22 ഒന്നും ഉണ്ടാവില്ല, ഒറ്റ കേസേ വരുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് വെക്ടേഴ്സേ വരുള്ളൂ. E11 E12 എക്സെട്ര E1n വരും. ഓക്കെ, അതെന്തായി മാറും ഡെഫിനിഷൻ? ഐ നോട്ട് ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ, ഐ ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ അത് ബീറ്റ പി ആണ്. അതായത് ഇവിടെ 1 ആണ്. ഐ ഈക്വൽ ടു ക്യൂ ആകുമ്പോൾ 1 അല്ലെങ്കിൽ 0 ആണ്. അപ്പൊ എന്താ അത് വരിക? ഡെൽറ്റ ഐ ക്യൂ എന്ന് മാത്രം വരും. ഐ ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ, കാരണം ഇവിടെ പി എന്ന് പറഞ്ഞാൽ 1 ആണ്,
ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒറ്റ വെക്ടറായി മാറി നമുക്ക് ബീറ്റ ഡാഷ്. ഓക്കെ, അപ്പൊ 1 ആയി മാറി, P1 ആണ്. അപ്പം E11 E12 എക്സെട്ര E1n എന്നുള്ളൂ, അങ്ങനത്തെ വെക്ടേഴ്സ് ഉള്ളത്. അപ്പൊ E1n E11 ഓഫ് Q എന്ന് പറഞ്ഞാൽ സോറി E11 E1Q ഓഫ് ആൽഫ I E2 E1 സോറി എന്ന് പറയാം. ഇവിടെയുള്ള വെക്ടേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ P ഫിക്സ്ഡ് ആയി 1 ആണ്. അപ്പൊ E11 ഉണ്ടാവും, E12 ഉണ്ടാവും, E13 ഉണ്ടാവും എക്സെട്ര E1n ഉണ്ടാവും. ഇത്രയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും ബേസിസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. E11 ഓഫ് ആൽഫ I എന്തായിരിക്കും? E11 ഓഫ് ആൽഫ I എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതേ ഡെഫിനിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ബീറ്റ പി 1 ആക്കി ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഇറ്റ് വിൽ ബി ഡെൽറ്റ IQ അല്ലേ വരിക? ആണോ? ബീറ്റ പി 1 ആണ്. ബീറ്റ പി എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് 1 ആണ്, കാരണം P1 ആണ്. ബീറ്റ പി എന്ന 1, ഇവിടെ ആ ഒരു വെക്ടർ ഉള്ളൂ 1 നമ്മളെ ബീറ്റ ഡാഷിൽ. അപ്പോൾ അത് ഡെൽറ്റ IQ ഒക്കെ എടുക്കുക. അപ്പം E11 ഓഫ് ആൽഫ 1 ഡെൽറ്റ IQ ഒക്കെ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ LVF നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആ സെയിം ഡെഫിനേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പം പക്ഷെ ഇവിടെ നമ്മൾ EIQs ആയിട്ടല്ല ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ജസ്റ്റ് FIs ടേംസിലാണ് ഡിഫൈൻ. കാരണം നമുക്ക് ഇവിടെ 2 പാരാമീറ്റർ Pയും Qന്റെ ആവശ്യമില്ല, കാരണം P ഓൾറെഡി 1 ആയി ഫിക്സ് ചെയ്തല്ലോ. അപ്പം Q മാത്രം വേരി ചെയ്യാൻ മതി. അപ്പൊ ഇവിടെ നമ്മൾ ലീനിയർ ഫംഗ്ഷൻസ് FI ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, FI ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് സം FIs വി ആർ ഡിഫൈനിങ്. FI അതായത് F1 F2 എക്സെട്ര FN ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. FI ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IJ ആയിട്ട്, FI ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IJ. അതായത് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, F1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 11 ആണ്, അതായത് 1 ആണ്. F1 ഓഫ് ആൽഫ 2 പറഞ്ഞാൽ 0 ആണ് എക്സെട്ര F1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ F2 ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 21 ആവും, അത് 0 ആണ്. F2 ഓഫ് ആൽഫ 2 1 ആവും, ബാക്കിയെല്ലാം 0 ആയി. അതുപോലെ ഇവിടെ FN ഓഫ് ആൽഫ n 1 ആവും, ബാക്കിയെല്ലാം 0 ആയി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് FIs ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളിതൊക്കെ ചെയ്യുന്നതും ഈ വീനെ ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്, വീലെ വെക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് മനസ്സിൽ വെക്കുക. അതായത് FI ഓഫ് ആൽഫ I ഇപ്പോൾ വീന്റെ ബേസിസ് ആണത്, ആൽഫ 1 ആൽഫ 2 ആൽഫ n. അപ്പൊ നമ്മളിപ്പോൾ ഇനി ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് ഒരു ബേസിസ് ആണ്, LVFന്റെ ബേസിസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്താ ഡിഫൈൻ ചെയ്യുന്നത്? F1 F2 എക്സെട്ര FN. ആ ഫംഗ്ഷൻസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ. FI ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IJ. എക്സാക്ട്ലി ഫോളോസ് ഫ്രം ദിസ് തിയറം. നമ്മളിപ്പോൾ പറഞ്ഞ EPQ തിയറത്തിൽ നിന്നാണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ എടുക്കുന്നത്. പുതിയതായിട്ടൊന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല, അന്ന് ഡിഫൈൻ ചെയ്ത അതേ ഫംഗ്ഷൻസ് എടുക്കുന്നത്. അപ്പൊ ഈ FIs ആണ് ശരിക്കും നമ്മളെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന FIs ശരിക്കും ഒരു ബേസിസ് ആയിരിക്കും. എന്തിന്റെ? LVF എന്ന സ്പേസിന്റെ ഒരു ബേസിസ് ആയിരിക്കും. അപ്പൊ അത് കാണിക്കാൻ നമ്മൾ ഒബിയസ്ലി കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ എലിമെന്റ്സ് സെറ്റ്, അത് ഇതിന്റെ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ F1 F2 എക്സെട്ര FN എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റിന്റെ സ്പാൻ, ഇതിന് നിങ്ങൾ S എന്ന് എടുക്കുകയാണെങ്കിൽ സ്പാൻ ഓഫ് S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഫുൾ LVFും കിട്ടണം. അതുപോലെ ഈ S ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ബേസിസ് ആണെന്ന് പറയാം. ഇതിന് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കും. ഈ ഒരു ബേസിസ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ബേസിസ് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കാം. ഈ ഡുവൽ സ്പേസിന്റെ ബേസിസ് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ നമുക്കത് ബേസിസ് ആക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കാം. ഓക്കെ, ഇത് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിക്കാം. നമുക്ക് ഇതിന്റെ എങ്ങനെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിക്കാം? F1 F2 എക്സെട്ര FN ലീനിയർലി ഇൻഡിപെൻഡന്റ് എങ്ങനെ കാണിക്കാം? സെയിം നമ്മൾ എങ്ങനെയാണോ വെക്ടർ സ്പേസ് പറയാറ് അത് തന്നെ അവിടെ പറയുന്നത്. ഇവിടുത്തെ വെക്ടർ സ്പേസ് ഒരു വ്യത്യാസമുള്ള LVF ആണെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ ഈ വെക്ടർ സ്പേസിന് എടുക്കുന്ന വെക്ടേഴ്സ് പറഞ്ഞാൽ F1 F2 എക്സെട്ര FN ആണ്. ഓക്കെ, അതായത് ഈ സെറ്റാണ് നമ്മൾ ഇനി ഇപ്പൊ നമ്മൾ മോഡ് ഡിഫൈൻ ചെയ്ത ഒരു ഡെൽറ്റ IJs എന്ന ഒരു ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തല്ലേ, FI ഓഫ് ആൽഫ.
ആ ഫങ്ഷൻസ് ആണ് നമ്മൾ ആ ഫങ്ഷൻസിന്റെ ആ സെറ്റ്, അതിനാണ് നമ്മൾ ഇനി ബേസിസ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്, LVF-ന്റെ ബേസിസ്. അപ്പൊ LVF-ന്റെ ബേസിസ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ഏതൊരു ലീനിയർ ഫംഗ്ഷനിലെയും LVF-ഉള്ള ഏതൊരു ലീനിയർ ഫംഗ്ഷനിലും നിങ്ങൾക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻസ് ആക്കി എഴുതാൻ പറ്റും, അല്ലേ? അതായത് F1 F2 Fn നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ സ്പേസിലുള്ള ഏത് എഫിനെ നിങ്ങൾക്ക് ഇവരുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം എങ്ങനെ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിക്കാം? സാറ് നമ്മൾ തന്നെ കാണിക്കാം ലീനിയർ ഇൻഡിപെൻഡൻസ്. ഒരു സ്പേസിൽ നിന്ന് കുറച്ച് വെക്ടേഴ്സ് α1 α2 α n ഒരു V എന്ന് എടുത്തിട്ട് α3 V എന്ന് എടുക്കുക. ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിക്കണമെങ്കിൽ C1 α1 പ്ലസ് C2 α2 പ്ലസ് C3 α3 0 should imply that all Ci's are 0 എന്ന് കാണിക്കണം. എന്നാൽ നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസ് പറയാം. അതേ നോഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്. ഏതാ ലീനിയർ കോമ്പിനേഷൻ? C1 F1 പ്ലസ് C2 F2 പ്ലസ് എക്സെട്ര പ്ലസ് C1 F എന്ന് പറഞ്ഞ ആ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മൾ F എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ F എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ നമ്മൾ F എടുക്കുകയാണെങ്കിൽ F ഓഫ് ആൽഫ ജെ എന്താ വരിക? F ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ I = 1 to n CI into Fi ഓഫ് ആൽഫ ജെ എന്ന് വരും, അല്ലേ? F നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇഫ് യു ഡിഫൈൻ F to be C1 F2 C1 F1 പ്ലസ് എക്സെട്ര പ്ലസ് Cn Fn അങ്ങനെ എടുത്താൽ F ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ F ഒരു F ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ എന്താ വരിക? C1 ടൈംസ് F1 ഓഫ് ആൽഫ പ്ലസ് C2 ടൈംസ് F2 ഓഫ് ആൽഫ ജെ അല്ല, അപ്പോൾ ആൽഫ ജെ എക്സെട്ര പ്ലസ് Cn ടൈംസ് Fn ഓഫ് ആൽഫ ജെ എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സമ്മേഷൻ നൊട്ടേഷനിൽ. പക്ഷെ നമ്മൾ എടുത്ത FIs ഒരു പ്രത്യേകത ഉണ്ട്. FI ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആയിരിക്കും. ഡെൽറ്റ ഐ ജെ പറഞ്ഞാൽ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ അത് 1 ആവും, അല്ലെങ്കിൽ 0 ആയിപ്പോവും. അപ്പൊ ഈ സമ്മേഷൻ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I = 1 to n CI ഓഫ് ഡെൽറ്റ ഐ ജെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഒരു ടേം മാത്രമേ കിട്ടൂ, ബാക്കിയൊക്കെ 0 ആയിപ്പോവും. ഈ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക C1 ഡെൽറ്റ 1j പ്ലസ് C2 ഡെൽറ്റ 2j എക്സെട്ര പ്ലസ് ഒരു ടേം ഉണ്ടാവും CJ ഡെൽറ്റ JJ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ CN ഡെൽറ്റ NJ എന്ന് വരും. അപ്പൊ ഇതിൽ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ 0 ആണ്, 1j 2j എക്സെട്ര NJ. പക്ഷെ JJ അതായത് രണ്ടും സെയിം ആകുമ്പോൾ, ഐയും ജെയും സെയിം ആകുമ്പോൾ 1 ആവും. അപ്പൊ ഈ ടേം 1 ആവും. അപ്പൊ CJ into 1 വരും, അതായത് CJ എന്ന് വരും. അതായത് F ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ എപ്പോഴും CJ ആയിരിക്കും. അതായത് നിങ്ങൾ Fന് നിങ്ങൾ സമ്മേഷൻ I = 1 to n CI Fi എടുത്താൽ F ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ CJ ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെ സാറിന് ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിക്കുക? ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഈച്ച് ഓഫ് ദ CIs are zeros എന്ന് കാണിച്ചാൽ നമുക്ക് പറയാം ദിസ് ഇസ് ആക്ച്വലി ദീസ് ഫംഗ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അതായത് നമ്മൾ എടുക്കുകയാണ്. സോ ഇത് നമ്മൾ എങ്ങനെ എടുത്തത്? നമ്മൾ F എന്ന് എടുത്തത്. അപ്പൊ ഇത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വേറെ രീതിക്കും പറയാം, F0 എന്നും പറയാം, അല്ല? ഈ ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് എടുക്കുക എന്ന് പറയാം, അതേ സ്റ്റേറ്റ്മെന്റിനെ F0 എന്ന് എടുക്കുക എന്നും കൂടി പറയാം, കാരണം F പറഞ്ഞ ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ ഇഫ് F ഈസ് എ 0 ഫംഗ്ഷൻ, അപ്പൊ F 0 ഫംഗ്ഷനിലാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? F 0 ഫംഗ്ഷനിലെ മീനിങ് എന്താ? അത് ഏത് എലിമെന്റിനെയും 0ലേക്ക് മാപ്പ് ചെയ്യും. F 0 ഫംഗ്ഷനിലാണെങ്കിൽ, അല്ലെ? ബിന്ന് എഫിലേക്കുള്ള ഒരു ഫംഗ്ഷനിലാണ് F. ഈ ഫംഗ്ഷനിൽ ഒരു 0 ഫംഗ്ഷനിലാണ് മീനിങ് എന്താ? ഏതൊരു എലിമെന്റ് ബിന്ന് ആൽഫ എടുത്താലും നിങ്ങൾ അതിന്റെ ഇമേജ് കണ്ടാൽ കിട്ടുന്നത് Fലുള്ള 0 ആയിരിക്കും. നിങ്ങൾ ബിന്ന് ആൽഫ എടുത്താൽ F ഓഫ് ആൽഫ കണ്ടാൽ എപ്പോഴും 0ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ 0 ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇഫ് F is 0, if F is 0, then we know that F of alpha j is equal to 0. ഉറപ്പാണ് F of alpha j എപ്പോഴും 0 ആയേ പറ്റും. ഏത് ആൽഫ എടുത്താലും F of alpha j 0 ആയിരിക്കണം. അതിനെന്താ കിട്ടുക? അതായത് F of alpha j 0 എന്ന് കിട്ടും. പക്ഷെ F of alpha j എന്താ? ഓൾറെഡി CJ ആണ്. So this F equal to 0 implies that this CJ is equal to 0. All these CJs are equal to 0. So what we get is, ഈ നമ്മൾ കണ്ടുപിടിച്ച FIs എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കിട്ടും. ഈ FIs എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കിട്ടും.
അപ്പോൾ F1 F2 എക്സെട്ര Fn നമുക്ക് സെറ്റ് കിട്ടി. F1 F2 എക്സെട്ര Fn ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഇൻ LVF. ആൻഡ് ഓൾറെഡി നമുക്കറിയാം LVF എന്ന V സ്റ്റാർ അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പൊ അതേ സെറ്റിൽ നമുക്ക് n ഡയമെൻഷൻ ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് കിട്ടി. അപ്പൊ ഇതെന്തായി മാറി? ഒരു ബേസിസ് ആയി മാറി. അപ്പൊ LVFന്റെ ഒരു ബേസിസ് ആണ് F1 F2 എക്സെട്ര Fn. ഈ ചൂസ് ചെയ്തിരിക്കുന്ന F1 F2 എക്സെട്ര Fn ഈ രീതിയിൽ ചൂസ് ചെയ്തിരിക്കുന്ന F1 F2 എക്സെട്ര Fn എന്ന് പറഞ്ഞ കുറച്ച് ലീനിയർ ഫംഗ്ഷൻസ് ആണ്. ലീനിയർ ഫംഗ്ഷൻസ് നമുക്ക് LVFന്റെ ബേസിസ് ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ബേസിസിനാണ് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബേസിസിനെ നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞ പ്രൂഫ് മനസ്സിലായോ? ഈ പോർഷൻ പറഞ്ഞ പ്രൂഫ് മനസ്സിലായോ? ഈ ഫംഗ്ഷൻസിന്റെ ഈ പ്രൂഫ് പറഞ്ഞ മനസ്സിലായോ? സംശയം ചോദിക്കും. ഈ പോർഷൻ സംശയമുള്ള ചോദിക്കും. അതായത് നമ്മൾ ഇത്ര ചെയ്തോളൂ. നമ്മൾ LVFന്റെ ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. LVF ഒരു വെക്ടർ സ്പേസ് ആണ്. ആ വെക്ടർ സ്പേസിന് നമ്മൾ ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. അപ്പം ഇത് ഒരു വെക്ടർ സ്പേസ് ആണ്. ഈ വെക്ടർ സ്പേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വെക്ടർ സ്പേസ് ഉള്ള എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സം ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസ് സ്പെസിഫിക്കലി ലീനിയർ ഫംഗ്ഷൻസും കൂടിയാണ്. അതായത് വി നെഫിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ലീനിയർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. അപ്പം ഈ ലീനിയർ ഫംഗ്ഷൻസിന്റെ ഒരു സ്പേസ് വെക്ടർ സ്പേസിനാണ് നമ്മൾ ഡുവൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. വിന്റെ ഡുവൽ സ്പേസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ശ്രമിച്ചത് ശരിക്കും ഇതിന്റെ ഒരു ബേസിസ് കാണാനായിരുന്നു. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഈ രീതിയിലായിരുന്നു. Fi ഓഫ് ആൽഫ ജെ ഈക്വൽ ഡെൽറ്റ ഐ ജെ സാറ്റിസ്ഫൈ ചെയ്യുന്ന FIകൾ, അങ്ങനത്തെ FIs ആണ് നമ്മളെ. ആ FIസിന്റെ കളക്ഷൻ ആണ് നമ്മളെ ബേസിസ് ആയെന്ന് നമ്മളിപ്പോൾ കാണിച്ചത്. നമ്മൾ ആദ്യം അതിനെ ഡിഫൈൻ ചെയ്തു. എങ്ങനെ നമ്മൾ വേണ്ട ഡിഫൈൻ ചെയ്ത് അത് നമ്മൾ പ്രൂവ് ചെയ്തു. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് കാണിച്ചു. എന്നിട്ട് അത് ബേസിസ് ആണെന്ന് കാണിച്ചു. n ഡയമെൻഷണൽ ആയിട്ടുള്ള സെറ്റ് ആണ്. ഓൾറെഡി വി സ്റ്റാർ ഡയമെൻഷൻ n ആണ്. അപ്പോൾ വി സ്റ്റാർ ഒരു വെക്ടർ സ്പേസിലുള്ള n ഡയമെൻഷണൽ വെക്ടർ സ്പേസിലുള്ള n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർസ് എടുത്ത് അത് ബേസിസ് ആയി മാറും. അപ്പം ഇതൊരു ബേസിസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അടുത്ത എനിക്ക് തോന്നുന്നു എക്സാമ്പിൾസ് ആണ് ഞാൻ എഴുതി വെച്ചത്. അല്ല, അത് ഇപ്പോൾ ഡുവൽ ബേസിസ് ആയി. പിന്നെ എന്താ, ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമ്പിൾ ചെയ്തത്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, എന്താ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറിയാത്ത ചോദിക്കുക. ക്ലാസ് ഒന്നും കൂടി കാണുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Okay, sir. ഓക്കെ താങ്ക് യു.